അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പെർഫെക്റ്റ് ഫീൽഡിനെ പറ്റിയിട്ടാണ്. തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തിനെ പറ്റിയിട്ടായിരുന്നു? സെപ്പറബിൾ എക്സ്റ്റൻഷനെ പറ്റിയിട്ടാണ്. ആൾജിബ്ര 2-ലെ സെപ്പറബിൾ എക്സ്റ്റൻഷനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അത് നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവണം, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെർഫെക്റ്റ് ഫീൽഡ് എന്നുള്ളതിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തിൽ കുറച്ച് റിസൾട്ടുകളാണ് പഠിക്കുന്നത്. അതിന് ശേഷമാണ് എന്താണ് പെർഫെക്റ്റ് ഫീൽഡ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ എക്സാമ്പിൾസ്, എന്തൊക്കെ തരത്തിലുള്ള ഫീൽഡുകൾ അതിൻ്റെ പെർഫെക്റ്റ് ഫീൽഡ് ആവും എന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ കുറച്ച് ലാഗ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ കുറച്ച് സമയം വൈകിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ക്ലാസ് ചെയ്യുന്നത് അല്ലേ. കാരണം തൊട്ട് മുമ്പത്തെ കുറച്ച് നേരത്തെ ചെയ്തിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫങ്ഷണൽ അനാലിസിസ് ചെയ്തു. ഓക്കെ, അപ്പം കുറച്ച് സെക്കൻഡ് സം ഇനി തീർത്തിട്ടേ ഫങ്ഷണൽ അനാലിസിസ് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മൾ പെർഫെക്റ്റ് ഫീൽഡ്സിലെ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ലെമ്മയാണ്. എന്താണ് ലെമ്മ സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഫീൽഡ് എടുത്തു, ആ ഫീൽഡിന് ആൾജിബ്രായിക് ക്ലോഷർ ഉണ്ട്. ഓക്കെ, ഫീൽഡ് എഫ് എടുത്തു. അങ്ങനെയാണെങ്കിൽ അതിനൊരു ആൾജിബ്രായിക് ക്ലോഷർ. എന്തായിരുന്നു ആൾജിബ്രായിക് ക്ലോഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഫീൽഡും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ സെറ്റ് ഓഫ് ഓൾ കളക്ഷൻ ഓഫ് ഓൾ ആൾജിബ്രായിക് എലമെൻറ്റ്സ് അല്ലേ, ആൾജിബ്രായിക് ഓവർ എഫ്, സെറ്റ് ഓഫ് ഓൾ ആൾജിബ്രായിക് എലമെൻറ്റ്സ് ഓവർ ദി ഫീൽഡ് എഫ്. അതിനെയാണ് എഫും, എഫിലുള്ള എല്ലാ എലമെൻറ്റുകളും വേണം, അതുപോലെ തന്നെ ആൾജിബ്രായിക് എലമെൻറ്റുകളും കൂടി ചേർന്ന സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എഫ് ക്ലോഷർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ എല്ലാത്തിൻ്റെയും ഡെഫിനിഷൻ ഇങ്ങനെ കുറേ എന്താണ് അത് ഇത് എന്നൊന്നും പറഞ്ഞ് നിൽക്കില്ല, നമ്മൾ കുറച്ച് സ്പീഡിൽ പോകും. ഓക്കെ, നിങ്ങൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ പറ്റിയിട്ടൊക്കെ നല്ലോണം ക്ലാസ് എടുത്തിട്ടുണ്ട്, അതിന് എക്സാമ്പിളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം എഫ് ക്ലോഷർ, ഒരു ഫീൽഡ് ഉണ്ട്, ആ ഫീൽഡിനൊരു ആൾജിബ്രായിക് ക്ലോഷർ ഉണ്ട്. അതുപോലെ തന്നെ ഒരു പോളിനോമിയൽ ഉണ്ട്. പോളിനോമിയൽ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ പ്ലസ് എ എൻ മൈനസ് 1 എക്സ് റൈസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് A1 എക്സ് പ്ലസ് A0. ഇതെന്താണ്, ഒരു മിനിമൽ പോളിനോമിയൽ അല്ലെങ്കിൽ മോണിക് പോളിനോമിയൽ അല്ലേ, ഒരു മോണിക് പോളിനോമിയൽ, മിനിമൽ മാത്രമല്ല മോണിക് പോളിനോമിയലാണ്. ഇത് എവിടെയുള്ള എലമെൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്, എഫ് ഓഫ് എക്സിലല്ല, എഫ് ക്ലോഷർ ഓഫ് എക്സിലാണുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പോളിനോമിയൽ ഉള്ളത് എഫ് എക്സിലല്ല ഉള്ളത്, എവിടെയാണ്, എഫ് ക്ലോഷർ ഓഫ് എക്സിലുള്ള ഒരു പോളിനോമിയലാണിത്, മോണിക് പോളിനോമിയലാണ്. പക്ഷേ ഇവിടെ തന്നിട്ടുള്ളത് എഫ് ഓഫ് എക്സ് ഹോൾ റൈസ് ടു എം ബിലോങ്സ് ടു എഫ് എക്സ്, ക്യാപിറ്റൽ എഫ് എക്സ്. അതായത് പോളിനോമിയൽ ഈ എഫ് എക്സിനെ കൊണ്ട് എഫ് ക്ലോഷർ ഓഫ് എക്സിനെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അറിയാലോ അല്ലേ, അറിയില്ലേ? അതായത് എഫ് എക്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽ വിത്ത് കോഎഫിഷ്യൻറ്റ് ഫ്രം ദി ഫീൽഡ് അല്ലേ, എഫ് ക്ലോഷറിലുള്ള എലമെൻറ്റുകൾ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന പോളിനോമിയലിൻ്റെ സെറ്റ്. ഇതോ എഫിലെ എലമെൻറ്റുകൾ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന പോളിനോമിയൽ. ഓക്കെ, അപ്പം നമ്മൾ എഫ് ഓഫ് എക്സ് ഹോൾ റൈസ് ടു എം എന്ന് പറയുന്നത് എവിടെ ഉണ്ട്, എഫ് എക്സിലുണ്ട്, ക്യാപിറ്റൽ എഫ് എക്സിലുണ്ട്. അങ്ങനെ ആണ്. അതുപോലെ തന്നെ m/1 = 0 ഇൻ എഫിൽ, എഫ് ക്ലോഷറിലല്ല, എഫിൽ m/1 = 0. അങ്ങനെയാണ് എങ്കിൽ ഈ കണ്ടീഷൻ ഇവിടെ എന്താണ്, ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ, ഏത് രണ്ട് കണ്ടീഷൻസ്, അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ, മോണിക് പോളിനോമിയൽ എഫ് ക്ലോഷർ ഓഫ് എക്സിൽ ഉണ്ടാവുകയും, അതുപോലെ തന്നെ അത് എഫ് ക്ലോഷറിൽ ഉണ്ടാകുന്ന പോളിനോമിയലാണ്. അതിൻ്റെ കൂടെ രണ്ട് കണ്ടീഷൻസ് ഒബേ ചെയ്യുന്നുണ്ട് എങ്കിൽ, ഏതൊക്കെയാണ് ആ കണ്ടീഷൻസ് എന്നുള്ളതാണ്. എഫ് ഓഫ് എക്സ് ഹോൾ റൈസ് ടു എം എന്ന് പറയുന്ന കണ്ടീഷൻ എവിടെ ഉണ്ടാവുക, അല്ലെങ്കിൽ ആ എലമെൻ്റ് എവിടെ ഉണ്ടാവുക, ഫീൽഡ് പോളിനോമിയലായ എഫ് എക്സിൽ, ക്യാപിറ്റൽ എഫ് എക്സിൽ ഉണ്ടാവുകയും, അതുപോലെ തന്നെ അടുത്ത കണ്ടീഷൻ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ m/1 = (0) അങ്ങനെ ഒരു എലമെൻ്റ് എവിടെ ഉണ്ടാവണം, എഫിൽ ഉണ്ടാവുകയും ചെയ്യുകയാണ് എങ്കിൽ, അതിൻ്റെ അർത്ഥം എം എവിടെ ഉണ്ടാവണം, എഫിൽ ഉണ്ടാവുകയും m/1 ≠ 0 ആവുകയും ആണ് എങ്കിൽ,
ഓക്കെ, ഈ വണ്ണിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയാണ്. ആർ യു അണ്ടർസ്റ്റുഡ്? ഇത് ഈ സീറോനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഡിറ്റീവ് ഐഡൻറ്റിറ്റിയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാണ്ട് നമ്മൾ 1/0 മാത്രമല്ല അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഫീൽഡിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയും അതുപോലെ തന്നെ മറ്റത് അഡിറ്റീവ് ഐഡൻറ്റിറ്റിയാണ്. ഫീൽഡിനെ സംബന്ധിച്ച് അറിയാലോ, ഫീൽഡിനെ പറ്റിയിട്ട് അധികം പറയുന്നതാ, കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അതിൽ രണ്ട് ബൈനറി ഓപ്പറേഷൻസ് ഉണ്ടാവും, ദാറ്റ് സാറ്റിസ്ഫൈങ് സം കണ്ടീഷൻസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് എക്സിൽ ഉണ്ടായിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ക്യാപിറ്റൽ എഫ് എക്സിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ദാറ്റ് ഈസ് എ പോളിനോമിയൽ വിത്ത് കോഎഫിഷ്യൻ്റ്. കോഎഫിഷ്യൻ്റ് എവിടെയുള്ള കോഎഫിഷ്യൻ്റ് ആയിരിക്കും? എഫിലുള്ള കോഎഫിഷ്യൻ്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതായത് an-1, an-2 എക്സെട്ര a1 a0 ഒക്കെ എവിടെ ഉണ്ടാവണം? എഫിലുണ്ടാവണം എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കത് പ്രൂവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ പോളിനോമിയൽ എഫ് എക്സിൽ ക്യാപിറ്റൽ എഫ് എക്സിൽ ഉണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൂഫിലേക്കാണ് കിടക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളെടുത്തുള്ള കൺസെപ്റ്റ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക, അല്ലെങ്കിൽ നമ്മളെടുത്തുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ്. ഇനീഷ്യലൈസേഷനാണ് ആദ്യം ഒരു പ്രൂഫിനെ സംബന്ധിച്ച് വേണ്ടത്. അപ്പോൾ ഇനീഷ്യലായിട്ട് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? എഫ് ഓഫ് എക്സ് പോളിനോമിയൽ റേസ് ടു എം, എഫ് ഓഫ് എക്സ് ഹോൾ റേസ് ടു എം എവിടെ ഉണ്ട്? ക്യാപിറ്റൽ എഫ് എക്സിലുണ്ട്. അതുപോലെ തന്നെ m×1 നോട്ട് ഈക്വൽ ടു 0 ഇൻ എഫ്, അത് എഫിലുണ്ട്. അത് ഒരിക്കലും ഇതല്ല 0 അല്ല എന്നുള്ളതും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഷോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ ക്യാപിറ്റൽ എഫ് എക്സിൽ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഒന്നുമില്ല, എന്ത് ചെയ്താൽ മതി? അതിലുള്ള കോഎഫിഷ്യൻറ്റുകൾ, ആ പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻ്റായ a1, a2, എക്സെട്ര an-1 എവിടെ ഉണ്ട്? എഫിലുണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്തിട്ടാണ്. ഏതിൻ്റെ മുകളിൽ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനാണ് അപ്ലൈ ചെയ്യുന്നത്? a1, a2, a3 എക്സെട്ര an-1 ഇതിൻ്റെ മുകളിലാണ് നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, അല്ലാണ്ട് എമ്മിൻ്റെ മുകളിലല്ല കേട്ടോ. ഓക്കെ, എമ്മിൻ്റെ മുകളിലല്ല, പക്ഷേ എവിടത്തിൻ്റെ മുകളിലാണ്? അതിൻ്റെ മുകളിലാണ് നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്യുന്നത്. കാരണം നമ്മൾ എന്ത് ചെയ്യും? ആദ്യം a1 ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യും, പിന്നെ നമ്മൾ അടുത്ത പ്രൂവ് ചെയ്യുന്നത് എന്തായിരിക്കും? a1 ഉണ്ടെങ്കിൽ an-r ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യും, അല്ലേ? അതായത് an-k ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ an-k+1 ഉണ്ട് എന്ന് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഓക്കെ, അതായത് നമ്മൾ p(1) ഉണ്ട് എന്ന് എടുക്കും, ഉണ്ടോ നോക്കും. അത് ട്രൂ ആണെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യും p(k) ഉണ്ട് എന്ന് അസ്യൂം ചെയ്യും, അല്ലെങ്കിൽ p(k) ട്രൂ ആണ് എന്ന് അസ്യൂം ചെയ്യും. അത് കഴിഞ്ഞിട്ട് p(k+1) ഈസ് ട്രൂ ആണ് എന്ന് തെളിയിക്കണം. എങ്ങനെയാണെങ്കിൽ whenever p(k) ഈസ് ട്രൂ, p(k) ട്രൂ ആണ് എങ്കിൽ p(k+1) ഈസ് ട്രൂ. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാം. ഓക്കെ, പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഓക്കെ, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ അതിനോട് റെസ്പോണ്ടിനായിട്ട് ഈക്വൽ ആയത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ AIs ഉണ്ട് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്യണം. R, ഓക്കെ, R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് an-rകളൊക്കെ അവിടെ ഉണ്ട്. an-r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ r ഈക്വൽ ടു 1, 2, 3 എക്സെട്ര. ഓക്കെ, r ഈക്വൽ ടു 1, 2, 3 എക്സെട്ര n വരെയുള്ള എലമെൻറ്റിനെയാണ് r ആയിട്ട് ചൂസ് ചെയ്യുക. അതായത് an-1, an-2 എക്സെട്ര an-n എന്ന് പറഞ്ഞാൽ a0. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താണ് എഫ് ഓഫ് എക്സ് എന്നുള്ളത് എടുത്തു. അതായത് x⁻n പ്ലസ് an-1 ഇൻറ്റു x⁻n പ്ലസ് എക്സെട്ര a1 x⁻, അല്ലേ, an x പ്ലസ് a0. ഇനി അങ്ങനെയാണ് എങ്കിൽ നമുക്കറിയാം എഫ് ഓഫ് x⁻m എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ്? xn പ്ലസ് an-1 x⁻n-1 പ്ലസ് എക്സെട്ര പ്ലസ് a1 x പ്ലസ് a0 ഹോൾ റൈസ് ടു m ആണ് എഫ് ഓഫ് x ഹോൾ റൈസ് ടു m എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അല്ലേ? അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എന്തറിയാം? ബൈനോമിയൽ എക്സ്പാൻഷൻ അറിയാം, അല്ലേ?
ബൈനോമിയൽ എക്സ്പാൻഷൻ ഓഫ് എക്സ് പ്ലസ് എൻ എന്ന് എക്സ് പ്ലസ് വൈ ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ കെ ഈക്വൽ ടു 0 to n എൻ സി കെ എക്സ് റേസ് ടു എൻ മൈനസ് കെ ഇൻറ്റു വൈ കെ. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു അതിനൊന്നുകൂടി മാറ്റി എഴുതിയിട്ടുണ്ട് സിഗ്മ കെ ഈക്വൽ ടു 0 to n എൻ സി കെ എക്സ് റേസ് ടു കെ വൈ റേസ് ടു എൻ മൈനസ് കെ. ഈ രണ്ട് ഫോം, ഇത് രണ്ടും ഈക്വലൻ്റ് ആയിട്ടുള്ള ഫോമാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ഫോം എടുത്താൽ മതി. നമ്മൾ രണ്ട് ഫോം എടുക്കണമെന്നില്ല, കാരണം പല ഓതേഴ്സും പല രീതിയിലായിരിക്കും, അല്ലെങ്കിൽ പലരും പല രീതിയിലായിരിക്കും ചെയ്യുക. ഈ ഫോമാണ് ഏകദേശം നമ്മളുടെ കൺസെപ്റ്റ്സ് വരുന്നത്. ഓക്കെ ഓക്കെ അപ്പം നമ്മളിവിടെ കോമ്പിനേഷനാണ് സത്യത്തിൽ വരുന്നത് അല്ലേ. അപ്പോൾ അതെന്തോ ആവട്ടെ. അപ്പം ഈ കൺസെപ്റ്റ്സ് പ്രകാരം നമുക്ക് എഫ് ഓഫ് എക്സ് റേസ് ടു ഹോൾ റേസ് ടു എമ്മിനെ മാറ്റി എഴുതാൻ പറ്റും. ഞാൻ അതിൻ്റെ ഫുൾ രൂപം ഇവിടെ എഴുതിയിട്ടില്ല, കാരണം അതിൻ്റെ ഈ ഫോമുലയിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്തത്. കാരണം ഇവിടെ കുറേ എലമെൻറ്റ്സുകളുണ്ട്. ഇവിടെ n എലമെൻറ്റ്സ്, ഇവിടെ 2 എലമെൻറ്റ്സ് ആണല്ലോ സത്യത്തിൽ. ഇവിടെ സംബന്ധിച്ച് n എലമെൻറ്റ്സ് ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ ചെയ്ത് പല സ്റ്റെപ്പുകളെത്തും. അതിൻ്റെ ഒരു ഓവർവ്യൂ മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ. അതായത് ഇവിടുത്തെ എലമെൻറ്റുകൾ വരിക എഫ് ഓഫ് എക്സ് ഹോൾ റേസ് ടു എമ്മിലെ എലമെൻറ്റ്, അവസാനത്തെ എലമെൻറ്റുകൾ വരിക എക്സ് റേസ് ടു എമ്മിൻ എക്സ് റേസ് ടു എൻ ഹോൾ റേസ് ടു എം ആണ്. അതായത് എക്സ് റേസ് ടു എം എൻ പ്ലസ് എൻ സി 1. ഓക്കെ, എന്നിൻ്റെ സ്ഥാനത്ത് ഇവിടെ എം ആണ് വരിക, എന്നിൻ്റെ സ്ഥാനത്ത് ഇവിടെ എം ആണ്. അപ്പോൾ എം സി 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം ഇൻറ്റു 1 എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ എം ഇൻറ്റു ഓക്കെ എ എൻ മൈനസ് 1 ഇൻറ്റു എക്സ് റേസ് ടു എം എൻ മൈനസ് 1 പ്ലസ് എക്സെട്രാ പ്ലസ് അതിൻ്റെ ഇടയിൽ കുറേ എലമെൻറ്റുകൾ വരും പ്ലസ് A0 ഹോൾ റേസ് ടു എം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എം അല്ലേ, എം സി 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം ആണ്. എമ്മിനെ നമുക്ക് എം ഇൻറ്റു 1 എഴുതുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നമ്മളുടെ ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്ത്, എഫ് ഓഫ് എക്സ് ഹോൾ റേസ് ടു എം ഇനീഷ്യലൈസേഷൻ ചെയ്തിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഹോൾ റേസ് ടു എം ഇവിടെ ഉണ്ട് തന്നിട്ടുണ്ട്, എഫ് എക്സിൽ ക്യാപിറ്റൽ എഫ് എക്സിൽ തന്നിട്ടുണ്ട്. അങ്ങനെ ക്യാപിറ്റൽ എഫ് എക്സിൽ തന്നിട്ടുണ്ടെങ്കിൽ ഈ മൊത്തം, അതായത് എക്സ് റേസ് ടു എം എൻ പ്ലസ് എം ഇൻറ്റു 1 ഇൻറ്റു എ എൻ മൈനസ് 1 എക്സ് റേസ് ടു എം എൻ മൈനസ് 1 പ്ലസ് എക്സെട്രാ പ്ലസ് A0 ഹോൾ റേസ് ടു എം ഇവിടെ ഉണ്ടായിരിക്കും, എഫിലുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. അങ്ങനെ ഉണ്ട് എങ്കിൽ ഇതിൻ്റെ ഒക്കെ ആരെവിടെ ഉണ്ട് എന്ന് കിട്ടി, എഫിലുണ്ട് എങ്കിൽ എ എൻ മൈനസ് 1 എക്സെട്രാ A0 ഹോൾ റേസ് ടു എം ഒക്കെ എവിടെ ഉണ്ട് എന്ന് കിട്ടി, എഫിലുണ്ട് എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ കോഎഫിഷ്യൻറ്റുകളൊക്കെ എമ്മിലുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് ഏതാണ്, എം ഇൻറ്റു 1 ഇൻറ്റു എ എൻ മൈനസ് 1 ആണ് എക്സ് റേസ് ടു എം എൻ മൈനസ് 1ൻ്റെ കോഎഫിഷ്യൻറ്റ്. അത് എവിടെ ഉണ്ടായിരിക്കും, എഫിലുണ്ട് എന്നാണ് കിട്ടി. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഇതാ റിസൾട്ട് ഏകദേശം അടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എ എൻ മൈനസ് 1 എഫിലുണ്ട് എന്ന് കിട്ടി. ഓക്കെ, ആർ ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആണ്. എ എൻ മൈനസ് 6 എഫിലുണ്ട് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ആർ ഈക്വൽ ടു 1 നമ്മൾ എന്ത് ചെയ്തു, പ്രൂവ് ചെയ്യാണ്. അതായത് എ എൻ മൈനസ് 1 ബിലോങ്സ് ടു എഫ്. ദാറ്റ് മീൻസ് ആർ ഈക്വൽ ടു 1, അതായത് പി ഓഫ് 1 ട്രൂ ആണ് എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആർ യു ഓക്കെ ഓർ നോട്ട്? പി ഓഫ് 1 ട്രൂ ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ അസ്യൂം ചെയ്യാൻ പി ഓഫ് കെ ഈസ് ട്രൂ. അതായത് പി ഓഫ് കെ ഈസ് ട്രൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ ഈക്വൽ ടു 1, 2, എക്സെട്രാ കെ വരെയുള്ള ഓക്കെ, അതായത് എ എൻ മൈനസ് 1, എ എൻ മൈനസ് 2, അതുപോലെ തന്നെ എ എൻ മൈനസ് 3, എ എൻ മൈനസ് 4 ഒക്കെ ഇവിടെ ഉണ്ട് എന്ന് എഫിലുണ്ട് എന്ന് എടുക്കണം. ഓക്കെ, അതായത് എ എൻ മൈനസ് ആർ ബിലോങ്സ് ടു എഫ് ഫോർ ആർ ഈക്വൽ ടു 1, 2, എക്സെട്രാ കെ. ഇത് അസ്യൂം ചെയ്യാണ്, ഇത് ട്രൂ ആണ് എന്ന് നമ്മൾ എന്ത് ചെയ്തു, അസ്യൂം ചെയ്തു. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ എ എൻ മൈനസ് 1 ബിലോങ്സ് ടു എഫിലുണ്ട് എന്ന് എടുക്കണം, എ എൻ മൈനസ് 2 ബിലോങ്സ് ടു എഫിലുണ്ട് എന്ന് എടുക്കണം, എ എൻ മൈനസ് 3 എഫിലുണ്ട്, ഇവിടം വരെ എ എൻ മൈനസ് കെ വരെ. ഓക്കെ, എ എൻ മൈനസ് കെ എന്ന് പറയുന്ന എലമെൻറ്റും എഫിലുണ്ട് എന്നെടുത്തു. അതുവരെ അതിനെയാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് സപ്പോസ് ചെയ്ത സംഭവം കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ്, എ എൻ മൈനസ് കെ പ്ലസ് 1 എവിടെ ഉണ്ട്, എഫിലുണ്ട് എന്ന് പ്രൂവ് ചെയ്യപ്പെട്ടാൽ, അതായത് പ്രത്യേകം ശ്രദ്ധിക്കണം, എ എൻ മൈനസ് കെ പ്ലസ് 1 എവിടെ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം, എഫിലുണ്ട് എന്ന് പറയപ്പെട്ടാൽ എന്തായി, നമ്മളുടെ പ്രൂഫ് കംപ്ലീറ്റ് ആയി. ഓക്കെ,
അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കോഎഫിഷ്യൻ്റ് എടുക്കുകയാണ്. അതിന് ഏതിൻ്റെ ANR ഈക്വൽ ടു പ്രത്യേകം ശ്രദ്ധിക്കണേ, R ഈക്വൽ ടു ഏതിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കുക, R ഈക്വൽ ടു K+1 എലമെൻറ്റുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ഏത് എക്സ് റൈസ് ടു mn മൈനസ് K+1 എക്സ് റൈസ് ടു mn മൈനസ് K+1 കോഎഫിഷ്യൻ്റ് f(x) റൈസ് ടു m. ഓക്കെ, എവിടെ എവിടെ ഉണ്ടായിരിക്കും, അത് ഏത് മോഡലിലായിരിക്കും എന്നുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. m×1 ഓക്കെ ഇൻറ്റു an മൈനസ് K+1 പ്ലസ് സം ഫങ്ഷൻ ഓഫ്, ഇവിടുത്തെ കോഎഫിഷ്യൻറ്റുകളുടെ ഫങ്ഷനായിട്ടായിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ ഈ ബൈനോമിയൽ എക്സ്പാൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് സത്യത്തിൽ ഇത്. ഓക്കെ, m1 ഇൻറ്റു അതായത് എക്സ് റൈസ് ടു mn മൈനസ് K+1 കോഎഫിഷ്യൻ്റ് ആയിട്ട് വരിക m×1 an മൈനസ് K+1 പ്ലസ് ജി എന്ന് പറയുന്നത് ഇവിടെ GK+1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ G സഫീസ് K+1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഫങ്ഷനാണ്. കാരണം അത് ഒരു ഫങ്ഷൻ ആയിരിക്കും ലീനിയർ കോമ്പിനേഷൻ വിത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് ആയിട്ടുള്ള an-1 an-2 എക്സെട്ര an-k. ഇവിടെ ശ്രദ്ധിക്കാം, K വരെയുള്ള കോഎഫിഷ്യൻറ്റുകൾ കൂടി ചേർന്നിട്ട് അല്ലെങ്കിൽ കോഎഫിഷ്യൻറ്റുകൾ വേരിയബിൾ ആയിട്ടുള്ള ഒരു ഫങ്ഷൻ ആയിരിക്കും. അതിനെ പറ്റിയിട്ട് നമുക്ക് അത്ര വലിയ എഫക്റ്റീവ് പ്രശ്നമില്ല. കാരണം അതെന്തുകൊണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് an-1 എഫിലുണ്ട് എന്ന് പറഞ്ഞു, an-2 എഫിലുണ്ട് എന്ന് പറഞ്ഞു, an-k ഇത് അവിടെ അസ്യൂം ചെയ്തിട്ടുണ്ട് an-k എഫിലുണ്ട് എന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് an-k എഫിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇയാളും എഫിലുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായി പോസിബിളായി. കാരണം ഇയാളെ പറ്റി അത്ര വലിയ ബോധർ ചെയ്യേണ്ട ജി ഓഫ് ഫങ്ഷൻ ഓഫ് an-1 പക്ഷേ ഇവിടെ എന്താണ് പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മളുടെ ഇൻഡക്ഷൻ പ്രകാരം ആര് ജി ഓഫ് അല്ലെങ്കിൽ ഫങ്ഷൻ ഓഫ് an-1 an-2 എവിടെ ഉണ്ടായിരിക്കും, എഫിലുണ്ടായിരിക്കും. എന്തുകൊണ്ട് an-1 എഫിലുണ്ട്. ഓക്കെ, കാരണം അതാ തൊട്ട് മുമ്പ് an-1 എഫിലുണ്ട് എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സപ്പോസ് ചെയ്തിട്ടുണ്ട് an-2 ഉണ്ട്, an-3 ഉണ്ട്, an-k വരെയുള്ള എലമെൻറ്റുകളുണ്ട് എന്ന് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ് റൈസ് ടു mn അല്ലേ, f(x)mn ഉള്ള കോഎഫിഷ്യൻ്റ് ആണ് അല്ലെങ്കിൽ അതിലുള്ള ഒരു എലമെൻ്റാണ് ആര് എക്സ് റൈസ് ടു mn മൈനസ് K+1. അതിൻ്റെ ഒരു കോഎഫിഷ്യൻ്റ് ആണ് നമുക്ക് ഇവിടെ തന്നത്. അത് എഫിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്തുകൊണ്ട് f(x)m fxലുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, fxലുണ്ട്. f(x)m fxലുണ്ട്. അതുകൊണ്ട് ഈ മൊത്തം എലമെൻറ്റുകളും എവിടെ ഉണ്ടായിരിക്കും, fxൽ ക്യാപിറ്റൽ fxൽ ഉണ്ടായിരിക്കും. അല്ല സോറി, ക്യാപിറ്റൽ fxലല്ല എഫിലുണ്ടായിരിക്കും, ക്യാപിറ്റൽ എഫിലുണ്ടായിരിക്കും. അതിൻ്റെ മീനിങ് എന്താണ്? ഓക്കെ, അതുപോലെ തന്നെ ആരുമുണ്ട്, ഈ കുഞ്ഞാപ്പും ഉണ്ട്. ഏത് ജി സഫിക്സ് K+1 ഓഫ് an-1 an-2 എക്സെട്ര an-kയും എവിടെയുണ്ട്, ആ ഫങ്ഷനും എവിടെയുണ്ട്, എഫിലിട്ട്. അതുകൊണ്ട് ഇനി ഇയാളുണ്ടാവാതൊക്കെ, കാരണം രണ്ട് മൾട്ടിപ്ലോ ഇത് അതായത് കോഎഫിഷ്യൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഉണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പാർട്ട് ഐ കുഞ്ഞാപ്പും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇനി അതിൻ്റെ മൈനസും എവിടെ ഉണ്ടായിരിക്കും. മൈനസ് എന്ന് പറഞ്ഞാൽ ആരാ, ഈ മൊത്തത്തിൽ നിന്നും ഇത് മൈനസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതാരാ, m×1 an K+1. അതെവിടെ ഉണ്ടായിരിക്കും, ക്യാപിറ്റൽ എഫിലുണ്ടായിരിക്കും. ദാറ്റ് മീൻസ് SNF മതി. അതുകൊണ്ട് അതായത് എഫിലുണ്ട് എന്ന് കിട്ടി. അതായത് R ഈക്വൽ ടു നമുക്കെന്ത് കിട്ടി, R ഈക്വൽ ടു 1 ട്രൂ ആണെന്ന് കിട്ടി. R ഈക്വൽ ടു അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ 2 അസ്യൂം ചെയ്തു വെച്ചു, K വരെയുള്ളതിന് അസ്യൂം ചെയ്തു വെച്ചു. അപ്പോൾ നമുക്ക് ആ അസംഷനിൽ അങ്ങനെയാണെങ്കിൽ K വരെയുള്ളതിനെ അസ്യൂം ചെയ്തു, R ഈക്വൽ ടു K വരെയുള്ളതൊക്കെ അങ്ങനെയാണെങ്കിൽ an-r ബിലോങ്സ് എഫിലുണ്ട് എന്ന് അസ്യൂം ചെയ്തപ്പോൾ നമുക്കെന്ത് കിട്ടി, an-K+1 എവിടെ ഉണ്ട് എന്ന് കിട്ടിക്കഴിഞ്ഞു, എഫിലുണ്ട് എന്ന് കിട്ടിക്കഴിഞ്ഞു. അതായത് അപ്പോൾ നമുക്ക് കിട്ടി ഫോർ ഓൾ ai's ബിലോങ്സ് ടു എഫ്. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്,
ആ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് അല്ലേ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ ക്യാപിറ്റൽ എഫ് എക്സിലുണ്ട് എന്ന് കിട്ടിക്കഴിഞ്ഞു. സനഫ് ദിസ് ഈസ് ദി പ്രൂഫ്. ഓക്കെ, അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പെർഫെക്റ്റ് ഫീൽഡിനെ പറ്റിയിട്ടാണ്. എന്താണ് പെർഫെക്റ്റ് ഫീൽഡ്? ഓക്കെ, അതായത് സെപ്പറബിൾ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ പോയിട്ട് നോക്കുക. അപ്പോൾ സെപ്പറബിൾ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻഡെക്സും അതുപോലെ തന്നെ അതിൻ്റെ ഡിഗ്രിയും ഈക്വൽ ആണ് എങ്കിൽ അല്ലേ, അതായത് ഒരു എക്സ്റ്റൻഷൻ, ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ സെപ്പറബിൾ ആണ് എങ്കിൽ, സെപ്പറബിൾ ആവണമെന്നുണ്ട് എങ്കിൽ ആ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ്റെ അല്ലേ ഓവർ ദി ഫീൽഡ് എഫ് എന്തായിരിക്കണം? അതിൻ്റെ ഡിഗ്രിയും ഇൻഡെക്സും ഈക്വൽ ആണ് എങ്കിൽ അതിനെയാണ് സെപ്പറബിൾ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഒരു എലമെൻറ്റ് സെപ്പറബിൾ ആവണമെന്നുണ്ട് എങ്കിൽ അതിനെ കൊണ്ടുണ്ടാക്കുന്ന സിമ്പിൾ എക്സ്റ്റൻഷൻ, ദാറ്റ് ഈസ് എഫ് ഓഫ് ആൽഫ ഈസ് സെപ്പറബിൾ എന്ന് പറയണമെന്നുണ്ട് എങ്കിൽ എഫ് ഓഫ് ആൽഫ ഓവർ ദി ഫീൽഡ് എഫ് എന്തായിരിക്കണം? സെപ്പറബിൾ ആവണം. അതായത് ഡിഗ്രി ഓഫ് എഫ് ഓഫ് ആൽഫ ഓവർ എഫ് ഈക്വൽ ടു ഇൻഡെക്സ് ഓഫ് എഫ് ഓഫ് ആൽഫ ഓവർ എഫ് ആയാൽ നമ്മൾ അതിനെന്ത് പറയും? സെപ്പറബിൾ ആൽഫ അല്ലേ, ആൽഫ ഈസ് സെപ്പറബിൾ ഓവർ എഫ് എന്ന് പറയും. പ്രത്യേകം ശ്രദ്ധിക്കണം അത്. ഓക്കെ, അപ്പം എന്താണ് പെർഫെക്റ്റ് ഫീൽഡ് എന്നുള്ളതാണ്. പെർഫെക്റ്റ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഒരു ഫീൽഡ് എടുത്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ, ഓക്കെ, ഒരു ഫീൽഡ് എഫ് ഉണ്ട് എങ്കിൽ അതിൻ്റെ എല്ലാ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻസ് ഇയും എന്തായിരിക്കണം? സെപ്പറബിൾ ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് 6 എന്ന് എടുത്തിട്ടുണ്ട് എങ്കിൽ ആറിൻ്റെ എല്ലാ ഫൈനൈറ്റ് എക്സ്റ്റൻഷനും എന്തായിരിക്കണം? സെപ്പറബിൾ ആയിരിക്കണം. ആറിൻ്റെ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ക്യൂ ഓഫ് റൂട്ട് 2 കോമ എക്സെട്ര ഇഷ്ടം പോലെ ഉണ്ട്. സോറി, ക്യൂ ഓഫ് റൂട്ട് 2 അല്ല, ഐ എം വെരി സോറി. ആറിൻ്റെത് സി അല്ലെങ്കിൽ ആർ ഓഫ് റൂട്ട് 2 ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ എക്സ്റ്റൻഷൻസ് നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ തന്നെ എക്സാമ്പിൾ എടുത്തിട്ടുണ്ടെങ്കിൽ ക്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ ക്യൂവിൻ്റെ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ക്യൂ ഓഫ് റൂട്ട് 2, ക്യൂ ഓഫ് റൂട്ട് 3, ക്യൂ ഓഫ് റൂട്ട് 2 കോമ ക്യൂ ഓഫ് റൂട്ട് 2 കോമ റൂട്ട് 3 എക്സെട്ര. ഇതൊക്കെ ഫൈനൈറ്റ് എക്സ്റ്റൻഷനാണ്. അതുപോലെ ആർ സി ഇതൊക്കെ ക്യൂവിൻ്റെ ഫൈനൈറ്റ് എക്സ്റ്റൻഷനാണ്. അപ്പോൾ ഈ ഫൈനൈറ്റ് എക്സ്റ്റൻഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ എന്താവണം? സെപ്പറബിൾ എക്സ്റ്റൻഷൻ ആണ് എങ്കിൽ നമ്മൾ ആ ക്യൂവിനെ എന്ത് പറയും? പെർഫെക്റ്റ് ഫീൽഡ് എന്ന് പറയും. ഓക്കെ, അപ്പം നമ്മൾ പെർഫെക്റ്റ് ഫീൽഡിന് എക്സാമ്പിൾ നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ, നമ്മളിവിടെ എങ്ങനത്തെ മോഡൽ ഫീൽഡുകളൊക്കെ പെർഫെക്റ്റ് ആണ് എന്നുള്ളത് പറയും. ഓക്കെ, ആദ്യത്തെ റിസൾട്ട് എങ്ങനത്തെ ഫീൽഡുകളൊക്കെ പെർഫെക്റ്റ് ആവും എന്നുള്ളതാണ് പറയുന്നത്. എവറി ഫീൽഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് 0 ഈസ് പെർഫെക്റ്റ്. അതായത് ക്യാരക്ടറിസ്റ്റിക് 0 ഉള്ള ഫീൽഡുകളൊക്കെ പെർഫെക്റ്റ് ആണ് എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് 0 എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ എക്സാമ്പിളായിട്ട് ക്യാരക്ടറിസ്റ്റിക് n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? n ക്യാരക്ടറിസ്റ്റിക് ആണെങ്കിൽ അതായത് അഡിറ്റീവ് ഐഡൻറ്റിറ്റി അല്ലേ, അതായത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിനെ കൊണ്ട് ആ എലമെൻറ്റിനെ, അതായത് എന്നിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈക്വൽ ടു അഡിറ്റീവ് ഐഡൻറ്റിറ്റി കിട്ടുന്നുണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിളായിട്ട് n×1 നമ്മൾ സാധാരണ കോമൺലി ഉപയോഗിക്കുക. n×1 ഈക്വൽ ടു 0 ആണ് എങ്കിൽ നമ്മൾ എന്നിന് എന്ത് പറയും? ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയും. ഓക്കെ, n ഈസ് ദി ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദാറ്റ് ഫീൽഡ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അങ്ങനെയല്ല. ഇവിടെ ക്യാരക്ടറിസ്റ്റിക് 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിന് വേറൊരു ക്യാരക്ടറിസ്റ്റിക്കും ഇല്ല. അതായത് 0 മാത്രമേ അവിടെ എന്തുള്ളൂ? 0 ഇൻറ്റു സം എലമെൻറ്റ്, അതായത് 0×1 എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ 0 ഇൻറ്റു ഒന്ന് എടുത്തിട്ടുണ്ടെങ്കിലേ 0 ആവുള്ളൂ. വേറൊരു എലമെൻറ്റ് എടുത്തില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് 6 എടുത്തിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, അതൊരു ഫീൽഡാണ്. അതൊരു ക്യാരക്ടറിസ്റ്റിക് 0 ആയിട്ടുള്ള ഫീൽഡാണ്. ആർ യു അണ്ടർസ്റ്റുഡ്? ഓക്കെ, അതെന്താണ്? അതൊരു എക്സാമ്പിളാണ് പെർഫെക്റ്റ് ഫീൽഡിന് കേട്ടോ. ഇവിടുത്തെ ഈ തിയറം പ്രകാരം തന്നെ. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് 0 ആണ്. വേറൊരു എലമെൻ്റ് എടുത്തിട്ടുണ്ട് എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? 0 കിട്ടുമോ? ഇപ്പോൾ 1നെ കൊണ്ട് 0 അല്ലാത്ത വേറൊരു നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2×1 2 എന്നാണ് കിട്ടുക അല്ലേ, വേറെ 0 കിട്ടില്ല. അപ്പം ഇവിടുത്തെ എവരി ഫീൽഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് 0 ഈസ് പെർഫെക്റ്റ്. നമുക്ക് പ്രൂവ് ചെയ്യണം. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? പെർഫെക്റ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. പക്ഷേ എങ്ങനെ പ്രൂവ് ചെയ്യും? അതായത് എവരി ഫീൽഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് 0, അതായത് ഞാൻ എടുക്കുകയാണ് എഫ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉണ്ട്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്? 0 ആണ്. അങ്ങനെയാണ് എങ്കിൽ ക്യാരക്ടറിസ്റ്റിക് 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഏതൊരു എലമെൻറ്റ് എം എന്ന് പറയുന്ന ഏതൊരു എലമെൻറ്റ് എഫ് എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ m×1 നോട്ട് ഈക്വൽ ടു 0. വെരി ഗുഡ്. അപ്പോൾ
പെർഫെക്റ്റ് ഫീൽഡ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? അതായത് ഏതൊരു എക്സ്റ്റൻഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ, ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ എടുത്തിട്ടുണ്ടെങ്കിലും അതൊക്കെ സെപ്പറബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സെപ്പറബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സെപ്പറബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതൊരു എലമെൻ്റ് എടുത്തിട്ടുണ്ടെങ്കിലും ആ ഫീൽഡിൽ, ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷനിൽ ഏതൊരു എലമെൻ്റ് എടുത്തിട്ടുണ്ടെങ്കിലും ആ എലമെൻറ്റുകളൊക്കെ സെപ്പറബിൾ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ശ്രദ്ധിക്കാം. അതായത് നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ആൽഫ ബിലോങ്സ് ടു ഇ ഈസ് എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ അല്ലേ. ഒരു ഇ എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണ് എങ്കിൽ ഇ എന്ന് പറയുന്ന ഫൈനൈറ്റ് എക്സ്റ്റൻഷനിലെ ഒരു എലമെൻറ്റ്, ആൽഫ എന്ന് പറയുന്ന എലമെൻറ്റ് എന്താണ്? സെപ്പറബിൾ ആണ് എങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇ ഈസ് ഓൾസോ സെപ്പറബിൾ. ഓക്കെ, ഇയും സെപ്പറബിൾ ആയിരിക്കും. ഓക്കെ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു സീറോസുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും എലമെൻറ്റുകൾ എടുത്തിട്ടുണ്ട് എങ്കിൽ ആ എലമെൻറ്റുകളെ പിടിച്ചിട്ട് ആക്കിയാലും മതി. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ് പ്രൂഫ്. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എഴുതാൻ തുടങ്ങുകയാണ്. ഞാനിവിടെ പെർഫെക്റ്റ് എവരി ഫീൽഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് സീറോ ഈസ് പെർഫെക്റ്റ് എന്നാണ്. ഇനി നമുക്ക് പെർഫെക്റ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് പറയേണ്ടത്? ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ എടുക്കണം. ഒരു ഫീൽഡ് എടുത്തിട്ട് അതിനൊരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ എടുക്കണം. അല്ല, എല്ലാ ഫൈനൈറ്റ് എക്സ്റ്റൻഷനും എന്താണ് എന്ന് പ്രൂവ് ചെയ്യണം? സെപ്പറബിൾ ആണ് എന്ന് പറഞ്ഞാലേ പെർഫെക്റ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ചൂസ് ചെയ്യാം. ആർബിട്രറി ചൂസ് അല്ലേ, ആർബിട്രറി ആയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇ എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ അസ്യൂം ചെയ്തു. എഫിന് ഒരു എഫ് എന്ന് പറയുന്ന ഫീൽഡിന് ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഉണ്ട്. അത് ഞാൻ ഇ നിർത്തും. അതിൻ്റെ കണ്ടീഷൻസ്, എഫിൻ്റെ കണ്ടീഷൻസ് എന്തിനാ? എഫിൻ്റെ ഉള്ള പ്രത്യേകത എന്താണ്? ക്യാരക്ടറിസ്റ്റിക് സീറോ ആണ്. ക്യാരക്ടറിസ്റ്റിക് സീറോ ആണ്. എഫിൽ നിന്ന് ഒരു എലമെൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ എലമെൻറ്റിന് ഞാനൊരു പേരിട്ടു എ ഇൻറ്റു 1 നോട്ട് ഈക്വൽ ടു എന്തായിരിക്കും? 0. അതിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് സീറോ എന്ന് പറയുന്നത്. ആർ യു അണ്ടർസ്റ്റുഡ്? ഓക്കെ, അപ്പോൾ നമ്മൾ എ നോട്ട് ഈക്വൽ ടു 0 കേട്ടോ. എ ഒരിക്കലും 0 ആകാൻ പാടില്ല. ഓക്കെ, അപ്പം അങ്ങനെയാണ് എങ്കിൽ നമ്മളെന്ത് ചെയ്യുക? അതുപോലെ തന്നെ ഈയിലുള്ള ഒരു എലമെൻ്റ് എടുത്തു, ആൽഫ എന്ന് പറയുന്ന എലമെൻറ്റ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടി ഈ ആൽഫ എന്താണ്? സെപ്പറബിൾ ആണെന്ന് പ്രൂവ് ചെയ്താൽ ഈ എന്താണ്? സെപ്പറബിൾ ആണെന്ന്. ഓക്കെ, ആൽഫ സെപ്പറബിൾ ആണെങ്കിൽ ഈ എന്താണ്? സെപ്പറബിൾ ആണ് എന്നാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ആൽഫ എടുത്തു. ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഫോർ ആൽഫ ഓവർ ദി ഫീൽഡ് എഫ്. ഓക്കെ, ഈ ഇറഡ്യൂസിബിൾ പോളിനോമിയൽസിന് എന്തുണ്ടായിരിക്കും? ഫാക്ടറുകൾ ഉണ്ടായിരിക്കും. എവിടെ ഉണ്ടായിരിക്കും? എഫ് ക്ലോഷറിലാണ് ഫാക്ടറുകൾ ഉണ്ടാവുക. പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, എഫ് ക്ലോഷർ അല്ലേ. അതായത് ആ ഫാക്ടേഴ്സിനെ ഞാൻ എടുത്തു സിഗ്മ അല്ലേ, അല്ല സോറി പൈ ഐ എക്സ് മൈനസ് ആൽഫ ഐ ഓവർ ദി അല്ല ഹോൾ റേസ്റ്റ് ന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലിസിറ്റി അല്ലേ, മൾട്ടിപ്ലിസിറ്റി ഓഫ് ദി ആൽഫ ഐസ് അല്ലെങ്കിൽ ആൽഫ. ഓക്കെ, അതറിയില്ലേ? നമ്മൾ മുമ്പത്തെ റിസൾട്ടിൽ ചെയ്തിട്ടുണ്ട് മൾട്ടിപ്ലിസിറ്റി. ഓക്കെ, അന്നപ്പം ഈ എലമെൻറ്റുകൾക്കൊക്കെ എന്തുണ്ടായിരിക്കും? ഫാക്ടറുകൾ ഉണ്ടായിരിക്കും. അത് കോഷർ ഓഫ് എക്സിൽ ഉണ്ടാകുന്ന എലമെൻറ്റുകളാണ്. അപ്പം നമ്മൾ അങ്ങനെയാണ് എങ്കിൽ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി അസ്യൂം ചെയ്തു. ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽഫ 1 ആണ്. ബാക്കിയുള്ള സീറോസ്, കാരണം ഇറഡ്യൂസിബിൾ പോളിനോമിയൽസിന് ഒരു സീറോസ് മാത്രം, ആൽഫ എന്ന് പറയുന്ന സീറോസ് മാത്രമാണോ ഉണ്ടാവുക? അല്ല, കുറേ ഉണ്ടാവും. കോഞ്ചുഗേറ്റ്സും എന്തായിരിക്കും? സീറോസ് ആയിരിക്കും ഇല്ലേ? എന്താ കോഞ്ചുഗേറ്റ്സ് എന്നൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. ഇല്ലാതിരിക്കില്ല. കോഞ്ചുഗേറ്റ്സ് എന്താണെന്ന് നോക്കണം. ആൾജിബ്രയിൽ കോഞ്ചുഗേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഒരു പോളിനോമിയൽ എടുത്തിട്ടുണ്ടെങ്കിൽ ആ പോളിനോമിയലിൻ്റെ സീറോസിനെയാണ് നമ്മൾ കോഞ്ചുഗേറ്റ്സ് എന്ന് പറയുക. ഒരു എലമെൻ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് എക്സ് സ്ക്വയർ മൈനസ് 4 അല്ലേ. എക്സ് സ്ക്വയർ മൈനസ് 4 എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ രണ്ട് എലമെൻ്റ് അവിടെ എന്താണ്? ഡിഗ്രി എത്രയാണ്? 2 ആണ്. ഡിഗ്രി 2 ആണ് എങ്കിൽ നിർബന്ധമായിട്ടും അവിടെ എത്ര റൂട്ട്സ് അല്ലെങ്കിൽ എത്ര സീറോസ് ഉണ്ടായിരിക്കും? 2 സീറോസ്. ഇവിടുത്തെ സീറോസ് ഏതൊക്കെയാണ്? എക്സ് സ്ക്വയർ മൈനസ് 4 2, -2 അല്ലേ, 2 -2. അപ്പോൾ 2ന് നമുക്ക് എന്ത് പറയാം? കോഞ്ചുഗേറ്റ് ഓഫ് -2 എന്ന് പറയാം, അല്ലെങ്കിൽ -2 ഈസ് എ കോഞ്ചുഗേറ്റ് ഓഫ് 2 എന്നും പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം അല്ലേ. അപ്പോൾ അതേ മോഡലിൽ തന്നെ ആൽഫ ഈക്വൽ ടു ഞാൻ എന്തെടുത്തു? അപ്പം 2 ആൽഫ 1നെ ഞാൻ എന്തെടുത്തു? ആൽഫ എന്ന് അസ്യൂം ചെയ്തു. ഓക്കെ, എന്നാൽ ബാക്കിയുള്ളതിനെ മാത്രം എന്ത് ചെയ്യുക? ചെക്ക് ചെയ്താൽ മതി.
അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ളത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഫോർ ആൽഫ ഓഫ് ഓവർ ദി ഫീൽഡ് എഫ് ആണ്. ഓക്കെ, അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം മൾട്ടിപ്പിൾ ഓഫ് എന്തായിരിക്കും ആൽഫ ഐസ് സീറോസിന് അല്ലേ. എക്സ് സ്ക്വയർ മൈനസ് 4 നമുക്ക് എന്തെന്ന് മാറ്റി എഴുതാം, അതിൻ്റെ റൂട്ടിൻ്റെ ഇതിൽ മൾട്ടിപ്ലൈ ആയിട്ടേക്ക് എഴുതാൻ പറ്റും. അതായത് (x-2 × x+2) എന്ന് എഴുതാം. അറിയോ? അണ്ടർസ്റ്റുഡ്? അതേ മോഡലിൽ തന്നെ ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയലിനെ എഫ് ക്ലോഷറിൻ്റെ മോളിൽ എഫിൻ്റെ മോളിൽ നമുക്ക് എഴുതാൻ പറ്റില്ല. എഫ് ക്ലോഷറിനെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, πi x മൈനസ് ആൽഫ ഐ ഓൾ റൈസ്ഡ് ടു ന്യൂ എന്ന് എഴുതാൻ പറ്റും. ന്യൂ എന്താണ്? മൾട്ടിപ്ലിസിറ്റിയാണ്. മൾട്ടിപ്ലിസിറ്റിനെ പറ്റിയിട്ട് നമ്മൾ മുമ്പ് ക്ലാസ് എടുത്തിട്ടുണ്ട്, അത് നോക്കണം, അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു പ്രത്യേകതയുണ്ട്, എഫിനൊരു പ്രത്യേകത ഉണ്ട്. എഫ് എന്താണ്? ക്യാരക്ടറിസ്റ്റിക് 0 ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ന്യൂ ഇൻറ്റു 1 നോട്ട് ഈക്വൽ ടു 0. ഇപ്പം നമ്മൾ തൊട്ട് മുമ്പത്തെ തിയറം മോഡലിൽ ആയി. തൊട്ട് മുമ്പത്തെ തിയറം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. തൊട്ട് മുമ്പത്തെ തിയറം പറഞ്ഞത് എന്തായിരുന്നു? അതായത് തൊട്ട് മുമ്പത്തെ ലെമ്മ അല്ലേ, തിയറല്ല ലെമ്മയിൽ പറഞ്ഞിരുന്നു ഒരു ഫീൽഡ് ഉണ്ട്, ഒരു ഫീൽഡിൽ ഒരു പോളിനോമിയൽ ഉണ്ട്, അതിൻ്റെ പവർ എവിടെ ഉണ്ട്? എഫിലുണ്ട്, എഫ്(x)ലുണ്ട്. അങ്ങനെയാണ്. അതുപോലെ തന്നെ ഒരു കണ്ടീഷൻ കൂടി അല്ലേ, m(1) നോട്ട് ഈക്വൽ ടു 0. അതിൻ്റെ സ്ഥാനത്ത് ഇവിടെ ന്യൂ ഇൻറ്റു 1 നോട്ട് ഈക്വൽ ടു 0. അതുപോലെ തന്നെ എമ്മിൻ്റെ സ്ഥാനത്ത് ന്യൂ വന്നു. അതുപോലെ അല്ലേ, ഒന്ന് മാറ്റങ്ങൾ വന്നില്ലേ എന്നു. അതുപോലെ തന്നെ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ മോണിക് പോളിനോമിയൽ, വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓൾവേസ് മോണിക് പോളിനോമിയൽ അല്ലേ. എവറി മോണിക് പോളിനോമിയൽ നീഡ് നോട്ട് ബി ഇറഡ്യൂസിബിൾ. അത് എന്ത് ഫീൽഡിനനുസരിച്ചിരിക്കും. ഓക്കെ, ഇറഡ്യൂസിബിലിറ്റി. പക്ഷേ ഇവിടെ എന്താണ്, പക്ഷേ എല്ലാ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എന്താണ്? മോണിക് പോളിനോമിയലാണ്. ഓക്കെ, നമ്മൾ ഡെഫിനിഷൻ്റെ ഇറഡ്യൂസിബിളിൻ്റെ ഡെഫിനിഷനിൽ തന്നെ അത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ കണ്ടീഷൻസും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എവിടെ ഉണ്ടായിരിക്കും? എഫ്(x)ലുണ്ടായിരിക്കും. ഓക്കെ, ഇറഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ പവർ എവിടെ ഉണ്ട്? എഫ് ഓഫ് എക്സിലുണ്ട് എങ്കിൽ, പ്രത്യേകം ശ്രദ്ധിക്കണേ, എഫ് ഓഫ് എക്സിലുണ്ട് എങ്കിൽ അതിൻ്റെ പവറിൻ്റെ അല്ലേ, പവർ ഉണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും πi x മൈനസ് ആൽഫ ഐ എവിടെ ഉണ്ടായിരിക്കും? എഫ് പോളിനോമിയൽ അല്ലേ, ഫീൽഡ് റിംഗ് പോളിനോമിയലിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് എഫ്(x)ലുണ്ടായിരിക്കും. അപ്പം എഫ്(x)ലുണ്ട് എങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? ആൽഫ ഐസ് ഒക്കെ എവിടെ ഉണ്ടായിരിക്കും? എഫിലുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ് അല്ലേ. അതുപോലെ തന്നെ ആൽഫ ഐസ് എഫിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ ന്യൂവിന് ഒരു പ്രത്യേകത ഉണ്ട്. ന്യൂന് എന്താ പ്രത്യേകത? എഫ്(x) ന്യൂന് എന്താ പ്രത്യേകത? ന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ മിനിമം ഓഫ് മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ മിനിമം പവറാണ് അല്ലേ, മിനിമം പവറാണ്. പക്ഷേ അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ പോളിനോമിയലുമാണ്. ഇറഡ്യൂസിബിൾ പോളിനോമിയലും അതുപോലെ തന്നെ മിനിമൽ ഡിഗ്രി പോളിനോമിയൽ, അല്ലെങ്കിൽ അങ്ങനെയും പറയാം അല്ലേ, മിനിമൽ ഡിഗ്രി പോളിനോമിയലാണ്. അങ്ങനെയാണ് എങ്കിൽ നിർബന്ധമായിട്ടും ന്യൂ എന്തായിരിക്കണം? 1 ആയിരിക്കണം. കാരണം എന്തുകൊണ്ട്? മിനിമൽ ഡിഗ്രി എഫ്(x)ലെ മിനിമൽ ഡിഗ്രി പോളിനോമിയലാണ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ. അങ്ങനെയാവുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് സിഗ്മ ഐ എക്സ് മൈനസ് ആൽഫ ഐയും എഫ് ഓഫ് എക്സിലുണ്ട് എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ക്യാപിറ്റൽ എഫ്(x)ലുണ്ട് എന്ന് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ മിനിമൽ ഡിഗ്രി പോളിനോമിയലാണ് ആര്? ഇറഡ്യൂസിബിൾ പോളിനോമിയൽ. ഈ രണ്ട് കണ്ടീഷൻസും കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ന്യൂ ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്കൊരു ചെറിയ റിസൾട്ട് ഉണ്ട്. ഈ റിസൾട്ടും തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ആൽഫ എന്ന് പറയുന്നത് സെപ്പറബിൾ ഓവർ ദി ഫീൽഡ് എഫ് ആണ് എങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറഡ്യൂസിബിൾ, പ്രത്യേകം ശ്രദ്ധിക്കണേ, ആൽഫ എന്ന് പറയുന്നത് സെപ്പറബിൾ ആവണം എന്നുണ്ട് എങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ അല്ലേ ഹാസ് ഓൾ സീറോസ് മൾട്ടിപ്ലിസിറ്റി 1. അതിൻ്റെ ഇറഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ സീറോസിൻ്റെ മൾട്ടിപ്ലിസിറ്റി എന്തായിരിക്കും? 1. ഇവിടെ സീറോസ് എന്ന് പറഞ്ഞാൽ ആരാ? ആൽഫ 1 ആൽഫ ഐസ് ആണ്. അതായത് ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ n അല്ലെങ്കിൽ ആൽഫ ആർ, ആൽഫ n. ഓക്കെ, അപ്പോൾ ഇവിടെ സംബന്ധിച്ച് എന്താണ്? ഈ ആൽഫ ഐൻ്റെ മൾട്ടിപ്ലിസിറ്റി ആരാണ്? ന്യൂ എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്? ഇവിടെ 1 ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് മീൻസ് അതിൻ്റെ മീനിങ് എന്താണ്? ഈ ആൽഫ എന്താണ് എന്നാണ്? ഈഫ് ആൻഡ് ഓൺലി ഈഫ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അതായത് മൾട്ടിപ്ലിസിറ്റി 1 ആണെങ്കിൽ നിർബന്ധമായിട്ടും അതെന്തായിരിക്കും?
സെപ്പറബിൾ ആണ്, ആൽഫ സെപ്പറബിൾ ആണ് എന്ന് കിട്ടി. ആർ യു അണ്ടർസ്റ്റുഡ് ഓർ നോട്ട്? ആൽഫ സെപ്പറബിൾ ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? എഫ് ഓഫ് ആൽഫ ഈസ് സെപ്പറബിൾ. ഓക്കെ, എഫ് ഓഫ് ആൽഫ സെപ്പറബിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താ അതിൻ്റെ മീനിങ്? അല്ലെങ്കിൽ അങ്ങനെയും പോകണ്ട, എഫ് ഓഫ് ആൽഫ സെപ്പറബിൾ ആണ് എന്നും പറയണ്ട. ആൽഫ സെപ്പറബിൾ ആണ് എങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇ ഈസ് സെപ്പറബിൾ. ഓക്കെ, എന്തുകൊണ്ട്? ആൽഫ എവിടെയുള്ള എലമെൻ്റാണ്? ഇയിലുള്ള എലമെൻ്റാണ്. അപ്പോൾ നമുക്ക് ഇപ്പം കിട്ടിയത് പ്രകാരം ആൽഫ സെപ്പറബിൾ ആണ്. ഏതൊരു ആൽഫ എടുത്തിട്ടുണ്ടെങ്കിലും ആ ആൽഫകളൊക്കെ സെപ്പറബിൾ ആണ് ഓവർ ദി ഫീൽഡ് എഫ്. അതുകൊണ്ട് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണത്. തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മളത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൽഫ ഈസ് സെപ്പറബിൾ ഓവർ ദി ഫീൽഡ് എഫ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇ ഈസ് സെപ്പറബിൾ വേർ ഇ ഈസ് എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആൻഡ് ആൽഫ ബിലോങ്സ് ടു ഇ. ഓക്കെ, അപ്പം ഇ ഈസ് സെപ്പറബിൾ എക്സ്റ്റൻഷൻ ഓഫ് എഫ്. അതുകൊണ്ട് ഇ എന്ന് പറയുന്ന ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ എന്തായിരിക്കും? സെപ്പറബിൾ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത്. ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ എന്ത് ചെയ്യുക, വരിക, ഡൗട്ടുകൾ ചോദിക്കുക. ചിലപ്പോഴെങ്കിൽ തല ഒക്കെ ഒന്ന് പെരുക്കും. ഓക്കെ, ഇനി ഗാൽവാസ് തിയറിയിലേക്ക് കടക്കാൻ പോവുകയാണ്, അപ്പോൾ കുറച്ചുകൂടി പെരുക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.